സി പി എമ്മിൽ പ്രവർത്തിക്കുകയോ അല്ലെങ്കിൽ സി പി എമ്മുമായി അനുഭാവം കാണിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയോ ചെയ്യുന്ന ഒരാൾ സി പി എം വിട്ടുപോയാൽ ഹിന്ദു ആണെങ്കിൽ അയാൾ സംഖ്യയാവും, മുസ്ലിം ആണെങ്കിൽ അയാൾ സുഡാപ്പിയോ ജമാഅത്തെ ഇസ്ലാമിയിലോ ആവും. ഇത് സി പി എം എടുക്കുന്ന ഒരു നിലപാടായിരിക്കും. പി വി അൻവർ തന്നെ തുറന്നു പറഞ്ഞതാണ് ഇക്കാര്യം. അപ്പോൾ പി വി അൻവറിൻ്റെ പോക്ക് ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നതിലേക്ക് പോകുന്നു. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പായിരിക്കും ഉദ്ദേശം. അപ്പോൾ ജനങ്ങളുമായിട്ട് കൂടുതൽ ഇടപഴകും. രാഷ്ട്രീയത്തിന് അതീതമായി വ്യക്തിബന്ധങ്ങൾ വോട്ടുകളെ സ്വാധീനിക്കുന്ന തെരഞ്ഞെടുപ്പ് കൂടിയാണ്. എന്തായിരിക്കും അൻവറിൻ്റെ ഒരു ലക്ഷ്യം? അല്ല, അൻവറിൻ്റെ ലക്ഷ്യം എനിക്ക് തോന്നുന്നു എല്ലാ കാലത്തും സത്യസന്ധമായിട്ട് അദ്ദേഹം തന്നെ നെഞ്ചത്ത് കൈവച്ച് പറഞ്ഞാൽ കച്ചവടമാണ്. അൻവറിൻ്റെ കച്ചവടങ്ങളിൽ ഒടുവിലത്തേതാവാനേ അതുവഴിയുള്ളൂ. അദ്ദേഹം പല കച്ചവടങ്ങളും നടത്തി നോക്കിയ ഒരാളാണ്. ജീവിതത്തിൽ വളരെ ഒരു ഫ്യൂഡൽ കുടുംബത്തിൽ പിറന്ന അദ്ദേഹത്തിന് ധാരാളം സാമ്പത്തിക നില ഉണ്ടായിരുന്ന ഒരു കുടുംബത്തിലാണ്. ആ സാമ്പത്തിക നിലയിൽ നിന്ന് അദ്ദേഹം മുന്നോട്ടാണോ പിന്നോട്ടാണോ പോയത്? ഒരു പക്ഷേ നല്ല ആസ്തി ഉണ്ടായിരുന്ന ഒരാൾക്ക് ആധുനിക സമൂഹത്തിൽ അപ്പോൾ അൻവർ നമ്മൾ അൻവർ പലയിടത്തും ഇടപെട്ടതുപോലെ നമ്മൾ കാണുന്ന ഏറ്റവും പുതിയ ബിസിനസ്സാണ് അദ്ദേഹം. ഏറ്റവും പുതിയ കാലത്തെ ഇപ്പോൾ ഈ എൻ്റെ പാർക്കുകൾ, വാട്ടർ തീം പാർക്ക് തൊട്ട് നാച്ചുറൽ പാർക്കുകൾ തൊട്ട് അന്താരാഷ്ട്ര രംഗത്തെ മൈനിങ് വരെ, ഇപ്പോൾ ജെംസ്, ജ്വൽ, ഈ തരത്തിലുള്ള കാരണം സ്വർണം, രത്നം ഉൾപ്പെടെയുള്ള ഖനികൾ വരെ നടത്തി വളരെയേറെ വിപുലമായ റേഞ്ചുള്ള ബിസിനസ് പരീക്ഷണങ്ങൾ നടത്തിയ ഒരാളായിട്ടാണ് ഞാൻ അൻവറിനെ കാണുന്നത്. മലയാളിയും അങ്ങനെ കാണുന്നുള്ളൂ. ബാക്കിയൊക്കെ അദ്ദേഹത്തിൻ്റെ തന്ത്രങ്ങളാണ്, കച്ചവടത്തിന് വേണ്ടിയുള്ള തന്ത്രങ്ങളാണ്. അപ്പോൾ പക്ഷേ നിർഭാഗ്യവശാൽ അൻവർ ഇതുവരെ നടത്തിയ ഏതെങ്കിലും കച്ചവടത്തിൽ ഒരു സക്സസ്സായി, ബിസിനസ് സക്സസ്സായിട്ട് നമ്മൾ അറിയുന്നില്ല. എല്ലാം അദ്ദേഹം കൈവച്ച എല്ലാ മേഖലയിലും അങ്ങനെ തൊട്ടതൊക്കെ പൊന്നാക്കുന്നതിന് പകരം തൊട്ടതൊക്കെ കരിക്കട്ടയാക്കി മാറ്റി നശിപ്പിച്ച് തകർന്ന്. ഇപ്പോൾ കക്കാടംപൊയിലെ പാർക്കിൽ അദ്ദേഹം നിർമ്മിച്ചു വെച്ച പാർക്ക് ചെന്ന് കണ്ടാൽ നമുക്ക് തന്നെ സങ്കടം തോന്നും. ആ പ്രകൃതിയുടെ സ്വാഭാവികമായ ഒരു കാഴ്ച ആളുകൾ ആ മലമ്പ്രദേശത്ത് നിന്ന് വെറുതെ കാറ്റുകൊണ്ട് കാണാനുള്ളത് മുഴുവൻ തകർത്ത് നിർമ്മാണ പ്രവർത്തനമൊക്കെ നടത്തി സകല നീർത്തടങ്ങളെയും തകർത്ത് സ്വാഭാവികമായ നീരൊഴുക്ക് തടയണ നിർമ്മിച്ച് ഇത് മുഴുവനും വലിയ എതിർപ്പുകളാണ് ഉണ്ടാക്കിയത്. വലിയ എതിർപ്പ് എല്ലാ ഭാഗത്തു നിന്നും, പരിസ്ഥിതിവാദികളുടെ ഭാഗത്തു നിന്ന്, സാംസ്കാരിക പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന്, സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന്, പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന്, എല്ലാ നിലക്കും ഉണ്ടല്ലോ എതിർപ്പാണ് ഉണ്ടാക്കിയത്. ഒരു ദിവസം പോലും ആ പാർക്ക് പ്രവർത്തിച്ചിട്ട് അവിടെ ഒരു സന്തോഷം ഉണ്ടായിട്ടില്ല. അത് ഒന്ന്. മറുഭാഗത്ത് അദ്ദേഹത്തിൻ്റെ ഇവിടുത്തെ എല്ലാ ബിസിനസ്സും പൊളിഞ്ഞപ്പോഴാണ് രാഷ്ട്രീയ എതിരാളികൾ എന്നെ നാടുവിടാൻ നിർബന്ധിതനാക്കിയെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആഫ്രിക്കൻ രാജ്യത്ത് പോയി പുതിയൊരു വേഷത്തിൽ പണിയെടുക്കാൻ തുടങ്ങിയത്. അതിവിടെ വലിയ ഒച്ചപ്പാടായപ്പോൾ നിയമസഭയിലും പുറത്തും മണ്ഡലത്തിലും MLA കാണാനില്ല എന്ന് നാളുകൾ പരാതി തുടങ്ങിയപ്പോഴാണ് അവിടെ നിന്ന് അദ്ദേഹം വീഡിയോ കൊടുത്തിട്ട് ഇതാ ഞാൻ ഇവിടെയുണ്ട്. എവിടെയുണ്ട്? അദ്ദേഹം വിദൂരമായ ആഫ്രിക്കൻ വൻകരയിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് വീഡിയോ കൊടുക്കേണ്ടി വന്നൊക്കെ ഒരു പശ്ചാത്തലമുണ്ട്. എന്ന് പറഞ്ഞാൽ MLA ആയിരിക്കുമ്പോൾ പോലും അദ്ദേഹം MLA ആകുന്നത് ജനങ്ങളെ സേവിക്കാനല്ല, സ്വയം സേവിക്കാനാണ്. അപ്പോൾ ആ കച്ചവടത്തിന് ഗുണകരമായ ഒന്നും അദ്ദേഹത്തിന് ഭരണകൂടത്തിൽ നിന്നും ഉണ്ടായിട്ടില്ല. അതാണ് അൻവറിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ അദ്ദേഹം മാത്രമല്ല, പിന്നെ അദ്ദേഹം ഇടപെട്ട ബിസിനസ്സുകളിൽ തന്നെ റിയൽ എസ്റ്റേറ്റിലായാലും എത്ര കേസുകൾ, പരാതികളാണ് അദ്ദേഹത്തിനെതിരെ വന്നത്. ചീറ്റിംഗ് ആണ് കേസുകൾ. കച്ചവടത്തിൽ സഹപ്രവർത്തകരെ, പങ്കാളികളെ പറ്റിക്കുന്ന ഒരാൾ. ആരെയാണ് പറ്റിക്കാത്തത്? രാഷ്ട്രീയ കച്ചവടത്തിൽ ജനങ്ങളെ പറ്റിക്കില്ല, രാഷ്ട്രീയ കച്ചവടത്തിൽ സ്വന്തം പാർട്ടിയെ പറ്റിക്കില്ലെന്ന് എന്താ ഉറപ്പ്? അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചൊരു ഷെയ്ഡി ആയിട്ടുള്ള കച്ചവടക്കാരൻ, ഷെയ്ഡി ബിസിനസ്മാൻ, നേരായ വഴിക്കുള്ള കച്ചവടത്തിൽ വിജയിക്കാൻ കഴിയാത്ത ഒരാൾ വഴിവിട്ട മാർഗത്തിലൂടെ പണം ഉണ്ടാക്കാനുള്ള ഏർപ്പാടായിട്ടാണ് അദ്ദേഹം. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാ ഏർപ്പാടും, അദ്ദേഹം പൊതുപ്രവർത്തന രംഗത്ത് നേരത്തെ ഉണ്ടായിരുന്നത് നമുക്കറിയാം, കോൺഗ്രസ് പാരമ്പര്യത്തിലാണ്. പക്ഷേ ഉപ്പാൻ്റെ കോൺഗ്രസ് അല്ലല്ലോ അദ്ദേഹത്തിൻ്റെ കോൺഗ്രസ്. PV ഷൗക്കത്ത് അലി എന്ന് പറയുന്ന മനുഷ്യൻ തീർച്ചയായിട്ടും അദ്ദേഹത്തിനുണ്ടായിരുന്ന ഭൂസ്വത്താണ് അദ്ദേഹത്തിൻ്റെ ആസ്തി, അദ്ദേഹത്തിൻ്റെ ബലം അതാണ്. വലിയ ആശയബലമായ പിൻബലമോ വിവരമൊന്നുമല്ല, പക്ഷേ ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു, ദേശീയ പ്രസ്ഥാനത്തിനോടുണ്ടായിരുന്ന കമ്മിറ്റ്മെൻറ്റ്. AICC മെമ്പറൊക്കെ ആയിരുന്നുവല്ലോ. ജവഹർലാൽ നെഹ്റു വന്ന വീടാണ് എൻ്റെ വീട് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ വീടിൻ്റെ പാരമ്പര്യം എവിടെ അൻവറിന് കിട്ടിയത്? ആ വീട്ടിൻ്റെ പാരമ്പര്യം ഉള്ളത് മുഴുവനും ഒരു ഫ്യൂഡൽ രീതിയിലാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ആശ്രിതന്മാർക്ക് വേണ്ടി ചെലവഴിച്ച് അത് ആശ്രിതന്മാരിലൂടെ കോൺഗ്രസ് ആക്കി മാറ്റി. അങ്ങനെ ഒരു രാഷ്ട്രീയമാണ്. അൻവറിൻ്റെ പാരമ്പര്യം എന്താണ്? അൻവറിൻ്റെ പാരമ്പര്യം ഒന്ന് കോൺഗ്രസ് വിരുദ്ധമായ രാഷ്ട്രീയമാണ്.
എനിക്ക് തോന്നുന്നത്. മാത്രമല്ല അന്നത്തെ കോൺഗ്രസ് വിരുദ്ധ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഏതാ? PV ഷൗക്കത്ത് അലി, അദ്ദേഹത്തിൻ്റെ പിതാവ് പ്രവർത്തിച്ച കോൺഗ്രസ് വിരുദ്ധ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗാണ്. PV ഷൗക്കത്ത് അലി എന്ന അദ്ദേഹത്തിൻ്റെ പിതാവിനെതിരായിട്ട് മത്സരിക്കാൻ ധൈര്യം കാണിച്ച ഒരേ ഒരു നേതാവ് അന്ന് P. സീതി ഹാജിയാണ്, മുസ്ലിം ലീഗിൻ്റെ നേതാവ്. വളരെ കുറച്ച് ഞാൻ കേട്ടത് എന്നിട്ട് പോലും അദ്ദേഹത്തിൻ്റെ പിതാവിനെതിരായിട്ട് മത്സരിക്കാൻ ധൈര്യം കാണിച്ചു. വലിയ കാര്യം, ചില്ലറ വോട്ടേ കിട്ടിയുള്ളൂ. 40-45 വോട്ടാണ് അന്ന് സീതി ഹാജി കിട്ടിയത്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം പൊരുതിയത് ആരോടാണ്? അദ്ദേഹത്തിൻ്റെ ബാപ്പ പൊരുതിയത് ലീഗിനോടാണ്. അപ്പോൾ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ചായ്വ് അദ്ദേഹം ആർക്ക് വേണ്ടിയാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? അടുത്ത കാലത്ത് അദ്ദേഹം ഉണ്ടാക്കിയ കോലാഹലങ്ങളിലൊക്കെ ഈ ഷെയ്ഡി ആയിട്ടുള്ള ക്രിമിനൽസ് ആയിട്ടുള്ള മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ സെൻറ്റിമെൻറ്റ്സ്, മലപ്പുറം ജില്ലയുടെ വികാരം എന്നൊക്കെ പറഞ്ഞ് കൊളുത്തിക്കൊണ്ടുവരികയാണ്. PV അൻവറിൻ്റെ കുടുംബത്തിൽ നിന്ന് പോലും ഒരിക്കലും ഒരു മുസ്ലിം പൊളിറ്റിക്കൽ സെൻറ്റിമെൻറ്റ്സ് ഉയർന്നു വന്നിട്ടില്ല. ഇപ്പോൾ അത് ഉയർത്തിപ്പിടിക്കുകയാണ്. ആർക്കെതിരായിട്ട്? പിണറായി വിജയനും CPM-നും എതിരായിട്ട്. പിണറായി വിജയൻ തൊട്ട് EN മോഹൻദാസ് വരെയുള്ളവർ RSSൻ്റെ ഏജൻറ്റുമാരാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട എന്ന് മുഖ്യമന്ത്രിയോട് ചേർത്ത് പറഞ്ഞാൽ ഈ പറയുന്നതൊക്കെ വെളുത്ത് കിട്ടുമോ? പറയുന്ന മുഴുവനും അങ്ങേയറ്റത്തെ CPM-നെയും പാർട്ടിയെയും പിണറായി വിജയൻ എന്ന വ്യക്തിയെയും ഒക്കെ സമ്പൂർണ്ണമായിട്ട് തകർക്കാനാണല്ലോ. പിണറായി വിജയനെതിരായിട്ടുള്ള രാഷ്ട്രീയ വിമർശനങ്ങൾ ഉന്നയിക്കാം, പക്ഷെ അദ്ദേഹം RSS ആയി, അദ്ദേഹം മുസ്ലിം വിരുദ്ധനാണ്, അദ്ദേഹം മലപ്പുറം ജില്ലക്കെതിരാണ്. മലപ്പുറം ജില്ല ഉണ്ടാക്കിയത് പോലും CPM-കാരാണ്. 1969 EMS അധികാരത്തിലിരിക്കുമ്പോഴാണ് ഈ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ പാർട്ടി, അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിൻ്റെ ഈ പ്രഖ്യാതമായ പാരമ്പര്യമുള്ള കോൺഗ്രസ് മലപ്പുറം ജില്ലക്കെതിരായിരുന്നു. കേളപ്പജി, മാരിയാടനൊക്കെ എതിരായിരുന്നല്ലോ മലപ്പുറം ജില്ലക്ക്. എന്നിട്ടും ആ ജില്ല ഉണ്ടാക്കിയത് കമ്മ്യൂണിസ്റ്റുകാരാണ്. അപ്പോൾ ഇപ്പോൾ അദ്ദേഹം വന്ന് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ കച്ചവടം, രാഷ്ട്രീയം അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിന് ഗുണം ചെയ്യുമെന്ന് വിചാരിച്ചു. സാധിച്ചില്ല. നേരായ മാർഗത്തിൽ സാധിച്ചില്ല. അദ്ദേഹം പ്രകൃതി വിരുദ്ധം, അങ്ങനെ ഉണ്ടല്ലോ, പ്രകൃതിക്ക് ദോഷം വരുത്തുന്ന പാർക്കുകൾ നിർമ്മിക്കാൻ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഭൂമി ഇപ്പോഴും ആലോചിച്ച് നോക്കൂ. കണക്കിൽ കവിഞ്ഞ ഭൂമി, അദ്ദേഹത്തിൻ്റെ ഭൂമിയുടെ പരിധി ലംഘിച്ചു. ഭൂപരിഷ്കരണ നിയമം നിലവിലുള്ള ഒരു രാജ്യമാണ്, ഒരു സംസ്ഥാനമാണ്. അതിൻ്റെ ഭൂപരിഷ്കരണത്തിന് 50-ാം വാർഷികം ആഘോഷിച്ചൊരു മുഖ്യമന്ത്രിയാണ്. അപ്പോഴും പരിധിയിൽ കവിഞ്ഞ സ്വത്ത് അദ്ദേഹം കൈവശം വെക്കുന്നു എന്നുള്ള ആരോപണം ഇപ്പോൾ കോടതിയിൽ കിടക്കുന്നുണ്ട്. ആലോചിക്കുക, എല്ലാ കാര്യത്തിലും ഇങ്ങനെ എല്ലാ തരത്തിലുള്ള ഒരു ദേശത്തിൻ്റെ നിയമങ്ങൾ ബാധിക്കാതെ ജീവിക്കുന്ന, നിയമത്തിന് അതീതനായി ജീവിക്കുന്ന ഒരാളാണ്. അതിനിടയിൽ അദ്ദേഹം കാശുണ്ടാക്കാൻ കണ്ടെത്തിയ മാർഗമായിരിക്കണം ഈ ഉദ്യോഗസ്ഥന്മാരുമായി, പ്രത്യേകിച്ച് നിയമപാലകരായ പോലീസിൽ ഉണ്ടാക്കിയെടുത്ത സ്വാധീനം, കസ്റ്റംസിലുണ്ടാക്കി, എയർപോർട്ടിലെ കസ്റ്റംസ് വിഭാഗവുമായി ഉണ്ടായിരുന്ന സ്വാധീനം, അവിടെ പെട്ടുപോകുന്ന ഈ സ്വർണ്ണക്കടത്തുകാർ, അദ്ദേഹം നേരിട്ട് സ്വർണ്ണക്കടത്തിൽ പങ്കുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ സ്വർണ്ണക്കടത്തുകാരെ രക്ഷപ്പെടുത്തുന്നതിൽ വലിയൊരു ബിസിനസ്സാണ്, അതെനിക്ക് നേരിട്ടറിയാം. ഈ എയർപോർട്ടിൽ പിടിക്കപ്പെടുന്ന സ്വർണ്ണം ഉണ്ടല്ലോ, അത് റിലീസ് ചെയ്ത് കൊടുക്കുന്നത് കേരളത്തിലെ വലിയൊരു ബിസിനസ്സാണ്. ആ ബിസിനസ്സിൽ അൻവറിന് പങ്കുണ്ടായിരുന്നില്ലേ? ആ ബിസിനസ്സിൽ അദ്ദേഹത്തിൻ്റെ പ്രമാദിത്വം അല്ലെങ്കിൽ അപ്രമാദിത്വം എന്നൊക്കെ പറയുന്ന സാധനം എവിടെ വെച്ചാണ് നഷ്ടപ്പെട്ടത്? അത് നഷ്ടപ്പെടാൻ തുടങ്ങിയത് ഒരുപക്ഷെ മലപ്പുറത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ, കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ നേരിട്ട് ഭരിക്കുന്ന മറ്റൊരു ശക്തി P. ശശിയിലൂടെ വന്നപ്പോഴാവാം. ഇതൊക്കെയാണ് അൻവറിൻ്റെ പ്രശ്നം. ബേസിക്കലി നിയന്ത്രണം നഷ്ടപ്പെട്ടപ്പോൾ എല്ലാം അൻവറിന് കച്ചവടമല്ലാത്ത എന്തെങ്കിലും, ഇപ്പോൾ അദ്ദേഹം ആദർശം എന്ന് ആവർത്തിച്ച് പറയുന്നത് കേട്ടു. പുതിയ പാർട്ടി ഉണ്ടാക്കാൻ പോകുന്നു, എൻ്റെ ആദർശത്തോട് യോജിക്കുന്നവരൊക്കെ എൻ്റെ കൂടെ വരും, അത് മഹാപ്രസ്ഥാനമാവും, ലക്ഷക്കണക്കിന് ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് മഞ്ചേരിയിൽ. അദ്ദേഹം പറയുന്നത് കേട്ടു, അതിൻ്റെ ഇടയ്ക്ക് ഒരു വലിയ തമാശ കേട്ട് ചിരിക്കാതിരിക്കില്ല മലയാളി, എനിക്ക് മന്ത്രിയാവാൻ ഓഫർ വന്നപ്പോൾ ഞാൻ നിരസിച്ചു എന്ന്. അൻവർ പറയുന്ന വലിയ നുണകളിൽ ഇത്ര പരിഹാസ്യമായ നുണകൾ പറയരുതല്ലോ. അതായത് ഈ അഹമ്മദ് തേവർകോവിൽ രാജിവെച്ചപ്പോൾ സ്വാഭാവികമായിട്ട് ന്യൂനപക്ഷക്കാരൻ എന്ന നിലയിൽ, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലക്കാരനൊക്കെ ആയതുകൊണ്ട് ഒരു പരിഗണന കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. കടന്നപ്പള്ളി രാമേന്ദ്രനെ വേണമെങ്കിൽ മുഖ്യമന്ത്രിക്ക് ഒന്ന് മാറ്റി നിർത്താനൊക്കെ പറ്റും. മുഖ്യമന്ത്രി മാറ്റി നിർത്താൻ പറ്റും. മുഖ്യമന്ത്രി ആ കളിയൊന്നും കളിച്ചില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൻവർ ആരാണെന്ന് CPM-ന് വൈകിയാണെങ്കിലും മനസ്സിലായിട്ടുണ്ട്. അൻവറിൻ്റെ ഈ രീതി ഉണ്ടല്ലോ, അൻവറിൻ്റെ രീതി ഗുണ്ടായിസമാണ്. അദ്ദേഹത്തിന് ആ ഫ്യൂഡൽ കാലഘട്ടത്തിലേ അറിയാവുന്ന അവതായിൽ ഒരു ചുറ്റുപട്ടാളം പോലെ ഒരു സംഘത്തെ കൂടെ കൊണ്ടു നടന്നാണ് അതാണ് അദ്ദേഹത്തിൻ്റെ സ്വാധീനം. എന്തും ആരെയും തല്ലാനും കൊല്ലാനും സാധിച്ചിരുന്ന ഒരു ഫ്യൂഡൽ കുടുംബമാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് അത് വോട്ടാക്കി മാറ്റാം നിലമ്പൂരിൽ. കാരണം നിലമ്പൂരിലെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, നിലമ്പൂരിലെ നേതൃത്വം CPM-ന് അത് ഒരു വലിയ വടവൃക്ഷം പാർട്ടിയെ നയിച്ചൊരു പ്രദേശമാണ്. ആ വടവൃക്ഷത്തിൻ്റെ ചോട്ടിൽ ഈ കൊച്ചു വൃക്ഷങ്ങൾ ഒന്നും എത്ര മുളച്ചാലും വളരൂല. ചോട്ടിൽ നിന്ന് മാത്രമല്ല, അത് എത്തൂല. സൂര്യ തേജസ്സുള്ള കുഞ്ഞാലിയാണല്ലോ അവിടുത്തെ നേതാവ്.
അതിൻ്റെ പിന്നാലെ വന്നവരൊക്കെ ദുർബലന്മാരാണ്, മഹാദുർബലന്മാരാണ്. PT ഉമ്മർ എന്ന് പറയുന്ന നേതാവ് വന്നു, അദ്ദേഹം വളരെ ദുർബലനായിരുന്നു. പിന്നെ വന്നത് താരതമ്യേന ചെറുപ്പക്കാരനായ ഒരു യുവ നേതൃത്വത്തിൽ നിന്ന് വന്ന പത്മാക്ഷനാണ്. നന്നേ മോശക്കാരൊന്നുമല്ല, ഇവർക്കൊക്കെ പലതും ചെയ്യാൻ പറ്റും. പക്ഷെ ഇവരെയൊക്കെ കമ്പയർ ചെയ്യുക കുഞ്ഞാലിയോടാണ്. ചിലപ്പോൾ പത്മാക്ഷൻ എന്ന യുവ നേതാവിനെ, അവിടുത്തെ CPM-ന്റെ നിലമ്പൂർ ഏരിയ സെക്രട്ടറി ആയിരുന്ന പത്മാക്ഷനെ കൊണ്ടുപോയി എൻ്റെ കൊണ്ടോട്ടിയിൽ വെച്ചാൽ ഒരു നല്ല നേതാവായിരിക്കും. കാരണം അവിടെ ഈ ഒരു പ്രശ്നമില്ല, ഒരു വലിയ വൃക്ഷം വെച്ച് കമ്പയർ ചെയ്യൂല. ഇവിടെ അതാ പ്രശ്നം. അതാണ് പ്രശ്നം. അതുകൊണ്ട് അവിടെ നേതൃത്വമില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ പാർട്ടിക്ക് തോന്നിയിട്ടുണ്ടാവും അൻവറിനെ പോലെ ഒരാളെ കൊണ്ടുവന്നാൽ അൻവറിൻ്റെ രീതിയിലേക്ക് പാർട്ടി മാറുന്നതിന് പകരം അൻവറിനെ പതുക്കെ പാർട്ടി രീതിയിലേക്ക് മാറ്റിയെടുക്കാമെന്നൊക്കെ വ്യാമോഹിച്ചിട്ടുണ്ടാവും. അൻവറിൻ്റെ ഈ ഏത് വഴിക്കായാലും ഉണ്ടാക്കിയ പണം തൽക്കാലം പാർട്ടിക്ക് ഉപകാരപ്പെടും എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും. ആ തെറ്റിദ്ധാരണയാണ് ഇപ്പോൾ വന്ന് സംഭവിച്ചിരിക്കുന്നത്. പാർട്ടിയെ അതാണ് പാർട്ടി വിട്ടുപോയ നല്ല മാതൃകയിലുണ്ട്. മഞ്ഞളാംകുഴി അലി നേരായ മാർഗത്തിൽ കച്ചവടം ചെയ്യുന്ന മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ പണം വലിയ തോതിൽ പാർട്ടി, അദ്ദേഹം അല്ലെങ്കിൽ തന്നെ നാട്ടുകാരെയും സാധുക്കളെയും സഹായിച്ച് വലിയ സ്വാധീനം ഉണ്ടാക്കിയ ഒരാളാണ്. അത് പാർട്ടിക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിച്ചു വലിയ തോതിൽ ഉപകാരപ്പെട്ടു. പക്ഷേ അദ്ദേഹം പാർട്ടി വിട്ടു പോകുമ്പോൾ ഈ നെറുകേടും നന്ദികേടും കാണിച്ചില്ല, ഇറങ്ങിപ്പോയി. ഒരു ഘട്ടത്തിൽ അദ്ദേഹം മന്ത്രിയാവേണ്ടതായിരുന്നു. മലപ്പുറം ജില്ലയിൽ നിന്ന് മന്ത്രിയാക്കാൻ CPM-ന് എന്നും ഏറ്റവും പ്രാപ്തിയുള്ള ഒരാളാണ്. അത് ചെയ്തില്ല. മാത്രമല്ല അദ്ദേഹത്തെ വ്യക്തിപരമായി അധിക്ഷേപിക്കാനൊക്കെ തുടങ്ങി CPM നേതാക്കന്മാർ. അപ്പോൾ അത് ഇറങ്ങിപ്പോയിട്ട് അപ്പുറത്ത് പോയി മന്ത്രിയായി. അത്രേ ഉണ്ടായിരുന്നുള്ളൂ ഇവർക്കൊരു അദ്ദേഹത്തിൻ്റെ ടാർഗറ്റ്. എന്നാലും അദ്ദേഹം പാർട്ടി തകർക്കാൻ പോയില്ല, ആരെയും വഴിവിട്ട് പാർട്ടിക്കാരൊക്കെ RSSകാരാണെന്ന് പറഞ്ഞില്ല, പാർട്ടിയെ ആക്ഷേപിക്കുന്നില്ല. ഇപ്പോൾ കച്ചവടക്കാരോട് ഇടപെടുമ്പോഴും മാന്യന്മാരായ കച്ചവടക്കാരുണ്ട്. കരിഞ്ചന്തക്കാരും കള്ളപ്പണക്കാരുമായ കച്ചവടക്കാരോട് ഡീൽ ചെയ്യാൻ പോയാൽ എന്ത് സംഭവിക്കുന്നു പാർട്ടി ഇപ്പോഴെങ്കിലും മനസ്സിലാക്കി. ഇന്ന് പാർട്ടി ഉണ്ടാക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. പാർട്ടി ഉണ്ടാക്കും എന്ന് പ്രഖ്യാപിക്കുമ്പോൾ എന്താ സംഭവിക്കാൻ പോണത്? അൻവറിൻ്റെ ഒരു പുതിയ പരീക്ഷണമാണത്. അപ്പോൾ ഞാൻ ഒരു കാര്യം ചോട്ടെ, നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് KT ജലീൽ എന്ന് പറയുന്ന ആളുടെ ഒരു പരോക്ഷവും പ്രത്യക്ഷവുമായ പിന്തുണ പല സമയത്തും നമ്മൾ അൻവറിലേക്ക് കണ്ടു. ഇവിടെ KT ജലീൽ പറയുകയാണ്, ഇനി എനിക്ക് CPM-നോടോ ലീഗിനോടോ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയോടോ യാതൊരു കമ്മിറ്റ്മെൻറ്റും ഇല്ല, ഞാൻ സ്വതന്ത്രനായി നിൽക്കുന്നു. ഇതൊക്കെ ഒരു കണക്ഷൻ്റെ ഭാഗമാണ് നമുക്ക് കൂട്ടുക. അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് റിപ്പോർട്ടറിലാണെന്ന് തോന്നുന്നു ഇപ്പോൾ അദ്ദേഹം കൊടുത്തത്. അദ്ദേഹം 5 മണിക്ക് എന്തോ ബോംബ് പൊട്ടിക്കുന്നു, വൈകുന്നേരം പത്രസമ്മേളനം വെച്ചിട്ടുണ്ട്, എന്തോ പറയുമായിരിക്കും. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിൽ ആവർത്തിച്ച് പറയുന്നത്, ഇനി ഞാൻ CPM-നോട് വിധേയപ്പെട്ടിട്ട് എനിക്കൊന്നും കിട്ടാനില്ല, ഇനി മുസ്ലിം ലീഗിൽ പോയാലും ഒന്നും കിട്ടാനില്ല. എന്താ അതിൻ്റെ അർത്ഥം? പൊളിറ്റിക്സിൽ നിന്ന് നേടാവുന്നതൊക്കെ നേടി എന്നല്ല അതിൻ്റെ അർത്ഥം. നേടിക്കഴിഞ്ഞിരിക്കുന്നു, ഇനി എനിക്കൊന്നും കിട്ടാനില്ല. അതുകൊണ്ട് പക്ഷേ ഞാൻ ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടു നിൽക്കും എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പല്ലല്ലോ രാഷ്ട്രീയം. പേഴ്സണൽ ഈസ് പൊളിറ്റിക്കലാണ്. KT ജലീൽ എന്ന വ്യക്തി രാഷ്ട്രീയ നിലപാടിൽ എവിടെ നിൽക്കും എന്നാണല്ലോ പറയേണ്ടത്. അതല്ലേ പറയേണ്ടത്. അദ്ദേഹം മത്സരിക്കോ ഇല്ല എന്നുള്ള അദ്ദേഹമല്ലല്ലോ തീരുമാനിക്കേണ്ടത്. അതിൻ്റെ അർത്ഥം എന്താ? ഇക്കാലം വരെ മത്സരിക്കുമെന്ന് തീരുമാനിച്ചിരുന്നത്, മന്ത്രിയാകുമെന്ന് തീരുമാനിച്ചിരുന്നത് അദ്ദേഹമാണെന്നല്ല എൻ്റെ അർത്ഥം. അത് വളരെ, എനിക്ക് തോന്നുന്നു ഇവരൊക്കെ പതുക്കെ എക്സ്പോസ്ഡ് ആയിട്ട് വരികയാണ്. ഈ ബിംബങ്ങളൊക്കെ എന്തായിരുന്നുവെന്ന്. അൻവറിനും അതേ കാര്യമാണ്. അൻവർ പറഞ്ഞ തമാശ, മന്ത്രി പദവി വന്നിട്ട് ഞാൻ മന്ത്രിയുടെ ഓഫർ വന്നിട്ട് സ്വീകരിച്ചില്ല. മന്ത്രിയാവാൻ എന്തുമാത്രം അൻവർ ശ്രമിച്ചു എന്ന് CPM-മാർക്ക് നന്നായിട്ട് അറിയാലോ. അബ്ദുറഹ്മാനാണ് മന്ത്രിയായത്. തീർച്ചയായിട്ടും ഒരേ പാരമ്പര്യം, 2 തവണ ജയിച്ചവരാണ് രണ്ടാളും. അബ്ദുറഹ്മാന് കൊടുത്തത് അപകടകാരി അല്ലാത്ത പണക്കാരൻ എന്ന അർത്ഥത്തിലായിരിക്കും. അൻവറിനെ അപ്പോഴേക്ക് പാർട്ടിക്ക് മനസ്സിലായിട്ടുണ്ടാവും, പ്രത്യേകിച്ച് പിണറായി വിജയന് മനസ്സിലായിട്ടുണ്ടാവും. KT ജലീലിനെയും ഗോഡ് ഫാദർ എന്ന് കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ നമ്മൾ ഒരിക്കലും കേട്ടിട്ടില്ലാത്തൊരു വാക്ക് മലയാളത്തിന് പരിചയപ്പെടുത്തിയ ആളാണ് KT ജലീൽ. അദ്ദേഹത്തിന് ആ ഗോഡ് ഫാദർ കൈവിട്ടിട്ടുണ്ടാവും. മുസ്ലിം ലീഗിൽ അദ്ദേഹത്തിന് പണ്ട് അദ്ദേഹം വിശേഷിപ്പിച്ചൊരു ഗോഡ് ഫാദർ ഉണ്ടായിരുന്നു. അത് കൊരമ്പയിൽ അഹമ്മദാജി, അദ്ദേഹം മരിച്ചും പോയി. അപ്പോൾ ഇനിയിപ്പോൾ ഗോഡ് ഫാദർമാർ എവിടെയും ഒരു പാർട്ടിയിലും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഒരു പാർട്ടിയിലേക്കും ഇല്ല എന്ന് പറയുന്നുണ്ടാവും അദ്ദേഹം. ഒരു പക്ഷേ അൻവറിൻ്റെ പുതിയ പാർട്ടിയിൽ നിൽക്കുമോ? അൻവറിന് നല്ലൊരു ക്യാമ്പയിനർ കിട്ടും. പക്ഷേ ഈ 2 പേരും മെനക്കെട്ടാലും ഉള്ളിൻ്റെ ഉള്ളിൽ 2 പേർക്കും ഐഡിയോളജി എന്ന് പറയുന്നൊരു സാധനം പൊളിറ്റിക്സിൽ വളരെ പ്രധാനമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് അത് 2 പേർക്കും ഉണ്ടായിരുന്നില്ല. ഒരു അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടി CPM-ൽ മെമ്പർഷിപ്പ് എടുക്കാതെ CPM-ൻ്റെ നയപരിപാടികൾ വിശദീകരിക്കാൻ കേരളം മുഴുവൻ 2 ജാഥയിൽ KT ജലീലുണ്ടായിരുന്നു. CPM-ൽ മെമ്പർഷിപ്പ് എടുക്കാതെ CPM-ൻ്റെ വർഗരാഷ്ട്രീയം എന്താണെന്ന് ഒട്ടും അറിയാതെ ഒരു ഉപരിവർഗത്തിൻ്റെ രീതിശാസ്ത്രം, ഉപരിവർഗത്തിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യം,
ഉപരിവർഗത്തിൻ്റെ പെരുമാറ്റം, ഉപരിവർഗത്തിൻ്റെ ഭാഷ, ഉപരിവർഗത്തിൻ്റെ ശരീരഭാഷ അതൊക്കെ ജീവിതത്തിൽ സൂക്ഷിച്ച ഒരാൾ അൻവർ പുതിയ പാർട്ടി ഉണ്ടാക്കിയാലും അതിൽ അൻവർ ഉണ്ടാകും, അൻവറിൻ്റെ സംസ്കാരം ഉണ്ടാകും. രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇവർ രണ്ടുപേരും, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ രണ്ടുപേരും നയിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി തീർത്തും അത് പേഴ്സണലായിരിക്കും. ഈ രാഷ്ട്രീയ കക്ഷികൾക്ക് രാഷ്ട്രീയ ഉള്ളടക്കം ചോർന്നു പോകുന്ന കാലത്ത് പുതിയ ഒരു സിവിൽ പൊളിറ്റിക്സ്, ഒരു സിവിൽ പോളിറ്റി നമ്മൾ പറയുമല്ലോ, ഓരോ വ്യക്തിയും രാഷ്ട്രീയ പാർട്ടികളെക്കാൾ രാഷ്ട്രീയ ബോധമുള്ളവരായി വ്യക്തികൾ മാറുന്ന ഒരു പുതിയ കാലമുണ്ട്. ആ കാലത്ത് ഒട്ടും രാഷ്ട്രീയമല്ലാത്ത, പൊളിറ്റിക്കൽ പേഴ്സണാലിറ്റി അല്ലാത്ത, പൊളിറ്റിക്കൽ അനിമൽ അല്ലാത്ത രണ്ടുപേരാണ് രണ്ടും എന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം. ഞാൻ അൻവർ എനിക്കൊരു പരിചയമില്ല, പരിചയപ്പെടാൻ തോന്നിയിട്ടില്ല ഇന്ന് വരെ. ജലീൽ എനിക്ക് നല്ല പരിചയമുള്ള സുഹൃത്താണ്. പക്ഷേ അപ്പോഴും ജലീൽ പൊളിറ്റിക്കൽ അല്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ പിൻബലമില്ലാതെ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാൻ പോകുന്ന പലരും കേരളത്തിൽ പരീക്ഷിച്ച് പരാജയപ്പെട്ടിട്ടുണ്ട്. മറ്റൊരു പരീക്ഷണം 2020 പറ്റിയത് അതാണ്. കേരളത്തിൽ മറ്റു പലരും കൊച്ചു സംഘങ്ങളൊക്കെ പലരും ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ആവർത്തനം. പക്ഷേ അപ്പോഴും ജലീലിന് സാധിക്കാത്ത ചിലത് അൻവറിന് സാധിക്കും. അദ്ദേഹത്തിൻ്റെ സകലമാന ബിസിനസ് ബന്ധങ്ങളും, അദ്ദേഹത്തിൻ്റെ സകലമാന ഉദ്യോഗസ്ഥ ബന്ധങ്ങളും, അദ്ദേഹം ഇപ്പോൾ ഉണ്ടാക്കിയ ഒരു പുതിയ ഇമേജ് ഉണ്ട്. ആരെയും പേടിപ്പിച്ച് എങ്ങനെയും ഈ ഒരു പൊളിറ്റിക്സ് ഉണ്ടല്ലോ, എന്താ പറയുന്ന ഒരു ബ്ലാക്ക് മെയിൽ പൊളിറ്റിക്സ്, ബ്ലാക്ക് മെയിലിംഗ് എന്ന തന്ത്രം നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് ഞാൻ പാർട്ടി ഉണ്ടാക്കുന്നു, എനിക്ക് ഇത്ര ലക്ഷം വേണം, ഇത്ര കോടി വേണം എന്ന് പറഞ്ഞ് കാശുണ്ടാക്കാൻ അൻവറിന് സാധിച്ചേക്കും. അപ്പോഴും അത് ജലീലിന് പരാജയമായിരിക്കുമെന്ന് അദ്ദേഹം ഇന്ന് 4 മണിക്ക് മുമ്പ് തിരിച്ചറിഞ്ഞാൽ നന്നായിരിക്കുമെന്നാണ് ഈ സമയത്ത് നമുക്ക് പറയാൻ പറ്റുക. ശരി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.